ഹായ് നമസ്കാരം, ലൈഫ് ഷീജയാണ്. ഞങ്ങൾ എവിടെ നിന്നാണെന്നറിയുമോ? ഗ്ലാങ്കോയിൽ നിന്നാണ്. അപ്പോൾ ഇന്ന് നമ്മളുടെ വീഡിയോയിൽ മണി അബണ്ടൻസ് ചലഞ്ചിൻ്റെ 9th ഡേ ആണ്. എന്ത് പറയുന്നു അനീറ്റ? ഫീലിംഗ് ഗുഡ്, ഫീലിംഗ് ഗ്രേറ്റ്. നല്ല കാറ്റാണ് കേട്ടോ, നല്ല തണുപ്പുണ്ട്, നല്ലൊരു വ്യൂ പോയിന്റിലാണ്. അതെ, നിങ്ങൾക്ക് ഒന്ന് ചുറ്റി കാണിച്ചല്ലോ. ഇറ്റ്സ് കുറേ ഞാൻ എന്നെ തന്നെ അനക്കുന്നില്ല, ബട്ട് അപ്പോൾ ഇന്ന് നമ്മളുടെ 9th ഡേ ആണ്, നമ്മളുടെ 15 days ചാലഞ്ച്. ഈ ഒരു പേര് പറയുന്ന പോലെ മണി അബണ്ടൻസ് ചാലഞ്ചാണ്. ഞങ്ങളും ഞങ്ങളുടെ കംഫർട്ട് സോണൊക്കെ പൊളിച്ചിട്ടാണ് ഈ ഓരോ ദിവസവും നിങ്ങൾക്ക് വേണ്ടി വെർ എക്സ്പ്ലോറിങ് ഈച്ച് ആൻഡ് എവറി ഡേ. അപ്പോൾ ഇന്ന് നമ്മളുടെ ഈ 9ാമത്തെ ദിവസത്തിൽ എത്തുമ്പോൾ ഹൗ ഈസ് ദി എക്സ്പീരിയൻസ്? നിങ്ങൾ താഴെ കമൻറ്റിൽ പറയുക. ലൈഫിൽ അബണ്ടൻസ് എങ്ങനെയുണ്ട്? ഓരോ ദിവസവും നമ്മളുടെ കംഫർട്ടിനെ ബ്രേക്ക് ചെയ്ത് നമ്മുടെ അകത്തുനിന്ന് ആ ഷിഫ്റ്റ് കൊണ്ടുവരുമ്പോൾ അത്രയും വ്യത്യാസമാണ് നമ്മളുടെ ഫിസിക്കൽ റിയാലിറ്റിയിൽ അത് കൊണ്ടുവരുന്നത്. ആൻഡ് വി ആർ എക്സ്പീരിയൻസിങ് ദാറ്റ് ഈച്ച് ആൻഡ് എവറി ഡേ ഇൻ ആർ ലൈഫ്. കാര്യം ഇപ്പോൾ നമ്മളിങ്ങനെ ആലോചിക്കുമ്പോൾ നമ്മുടെ കേരളത്തിൽ നിന്ന് വന്ന് UK വന്ന് സ്കോട്ട്ലൻഡിൽ വന്ന് ഇന്ന് ഗ്ലെൻകോയിൽ വന്നിട്ട് ഓരോ ദിവസവും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ഓരോ വീഡിയോ എടുക്കുമ്പോൾ നമ്മൾക്ക് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട് നമ്മൾ തന്നെ എത്ര മാറിപ്പോയി, എത്ര അധികം സന്തോഷമാണ് ഇന്ന് ഇങ്ങനെ ഓരോ ചലഞ്ചസും നിങ്ങൾക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുമ്പോൾ. നമ്മൾക്കും അത്രയും ഒരു ചാരിതാർത്ഥ്യമുണ്ട്. കാര്യം എന്താണെന്നറിയാമോ? ഇത്രയധികം വീഡിയോസ് ചെയ്യാൻ ഞങ്ങളെ പ്രചോദിപ്പിക്കുന്ന ആരാണ്? നിങ്ങളാണ്. നിങ്ങൾ ഈ ഒരു സപ്പോർട്ടും എനർജിയും ഒരു സ്നേഹവും ഒന്നും തന്നില്ലായിരുന്നെങ്കിൽ ഓരോ ദിവസവും ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാൻ ഞങ്ങൾക്ക് ഒരിക്കലും സാധിക്കണ്ടായിരുന്നില്ല. അപ്പോൾ താങ്ക് യു സോ മച്ച്. നിങ്ങളെല്ലാവരും ഞങ്ങൾക്ക് നൽകുന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒക്കെ ഒത്തിരി നന്ദി. അപ്പോൾ നമ്മളുടെ ഈ ഒരു ചാനൽ 1,00,000 ആക്കാന്നുള്ളതാണ് ഞങ്ങൾ നിങ്ങളോട് ഈ ഗ്ലെൻകോ എഴുന്നിട്ട് റിക്വസ്റ്റ് ചെയ്യണത്. നിങ്ങളുടെ ഫ്രണ്ട്സിനെയും ഫാമിലി മെമ്പേഴ്സിനെയൊക്കെ ഈ ചാനൽ ഒന്ന് ഷെയർ ചെയ്യുക, എന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക. കാരണം നമ്മുടെ ലക്ഷ്യം തന്നെ 1 million ഫാമിലിയെ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആക്കുക എന്നൊരു ലക്ഷ്യമാണ് എൻ്റെ അനിറ്റഡ്. യെസ്, ഡെഫിനറ്റ്ലി. അതിനുവേണ്ടിയാണ് വി ആർ ഡൂയിങ് ആർ ബെസ്റ്റ്. ഓരോ ദിവസവും നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് കണ്ടൻറ്റും നിങ്ങൾക്ക് ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള പ്രാക്ടീസസും നമ്മളുടെ ഈ ഒരു ചലഞ്ച് വഴി ഇപ്പോൾ കൊണ്ടുവരുന്നത്. കാര്യം ഒരു 1 crore ശരിക്കും ആനുവലി ബേസ് ചെയ്യണ ലെവലിൽ അറ്റ്ലീസ്റ്റ് ഒരു 100 പേരെയെങ്കിലും കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മളിപ്പോൾ ലക്ഷ്യമിടുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പ്രാക്ടീസുകളാണ് നമ്മൾ വർക്ക് ചെയ്യണത്. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഇന്ന് നമ്മൾ 9th ഡേ പ്രാക്ടീസിലേക്ക് പോവുകയാണ്. അപ്പോൾ ഈ ഒരു പ്രാക്ടീസ് വർക്ക് ചെയ്യുമ്പോൾ പലപ്പോഴും നമ്മൾക്ക് മണി എന്ന് പറയുമ്പോൾ പേടിയാണ്, ഫ്രസ്ട്രേഷനാണ്, അല്ലെങ്കിൽ ചില സമയത്ത് ഗിൽട്ടാണ്, ചില സമയത്ത് നമ്മൾക്ക് ഒരു സ്ട്രെസ്ഫുള്ളാണ് പണം എന്ന് പറയുമ്പോൾ. പക്ഷേ പണത്തെ നമ്മൾക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് അട്രാക്റ്റ് ചെയ്യണമെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താ? നമ്മൾ പ്രേമിച്ചൊക്കെ നടക്കുമ്പോൾ നമ്മൾ കാമുകനോ കാമുകിയോ ഒക്കെ ആയിട്ടിരിക്കുന്ന സമയത്ത് നമ്മൾക്ക് എങ്ങനെയാണ് നമ്മളുടെ ആ ഒരു പങ്കാളിയോട് നമ്മൾക്ക് എപ്പോഴും ഭയങ്കര സന്തോഷമാണ് അല്ലേ? ഏത് സമയം കിട്ടിയാലും ഓടി അവരുടെ കാര്യങ്ങളിലേക്ക് ഓടിയെത്താനും അവർക്ക് വേണ്ടി എന്ത് ചെയ്യാനും നമ്മളെല്ലാവരും റെഡിയാവും. കാര്യം എന്താ അനീറ്റ? ഡെഫിനറ്റ്ലി. അപ്പോൾ നമ്മൾ അങ്ങനെ ഏറ്റവും സ്നേഹിക്കുന്ന ഒരു സുഹൃത്താവാം, ലവിങ് പാർട്ട്ണർ ആവാം. അപ്പോൾ ഇന്ന് ചെയ്യേണ്ട എക്സസൈസ് അല്ല, അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ശരിക്കും പറഞ്ഞ ഒരു പ്രേമിക്കുന്ന സമയത്ത് ചെയ്യണേ. അപ്പോൾ അതുപോലെ തന്നെയാണ് പണത്തെ നമ്മൾ പ്രേമിക്കാൻ തുടങ്ങിയത് സംഭവിക്കും. പണം നമ്മളിലേക്ക് ഫ്രീ ഫ്ലോ ആയിട്ട് വരാൻ തുടങ്ങും. ഇപ്പോൾ പല ആൾക്കാർക്കും പണത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പേടി, സംശയം, എൻ്റെ ലൈഫിൽ ഒരിക്കലും പണം കൂടെ നിൽക്കില്ല എന്നൊക്കെ ഉള്ള ചിന്തകളും എക്സ്പീരിയൻസസും ആ ഒരു ബിലീഫ് ശരിക്കും വളരെ കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ നമ്മൾ പോലും അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ ഉള്ളിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ അതിനെ വിട്ടുകളയാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ നമ്മളുടെ ചലഞ്ച്. ഓരോ ദിവസവും നിങ്ങൾ ഈ ചലഞ്ചിൻ്റെ ഭാഗമാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് ഒന്ന് കമൻ്റായിട്ട് വർക്ക് ചെയ്യുക. കാര്യം ഞങ്ങൾക്ക് ആ ഒരു കമൻ്റൊക്കെ കാണുമ്പോഴാണ് അത്രയും സന്തോഷം ഉണ്ടാവുന്നത്. അപ്പോൾ ഞങ്ങൾ ഉറപ്പായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും റിപ്ലൈ ഒക്കെ തരാം കേട്ടോ. അപ്പോൾ എന്തെങ്കിലും നിങ്ങളുടെ ഇപ്പോൾ എല്ലാ ദിവസവും ഇങ്ങനെ ഓട്ടോ ആയതുകൊണ്ടാണ് റിപ്ലൈ ഒന്നും തരാൻ പറ്റാത്തത്. തിരിച്ച് കേരളത്തിൽ ചെന്ന് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മൾ റിപ്ലൈ ഒക്കെ തരാം. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് എന്താ വെച്ച് കഴിഞ്ഞാൽ മണിക്ക് വേണ്ടിയിട്ട്, അതായത് മണിയെ നമ്മളുടെ ജീവിതത്തിലേക്ക് ആകർഷിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ലവ് ലെറ്റർ എഴുതാൻ പോവാണ്. പണ്ട് നിങ്ങൾ എത്ര പേര് നിങ്ങളുടെ കാമുകന് കാമുകിക്കൊക്കെ നിങ്ങൾ ലവ് ലെറ്റർ എഴുതിയിട്ടുണ്ട്? അപ്പോൾ ഇന്ന് നിങ്ങൾ ചെയ്യാൻ പോകുന്നത് നിങ്ങൾ ഏറ്റവും സ്നേഹിക്കുന്ന നിങ്ങളുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് അല്ലെങ്കിൽ ഒരു ലവിങ് പാർട്ട്ണറിനെ എഴുതുന്ന പോലെ യു ഗോണ റൈറ്റ് എ ലവ് ലെറ്റർ ടു മണി. നിങ്ങൾ എത്രമാത്രം സപ്പോർട്ട് ചെയ്തത്, ദാറ്റ് ഇസ് താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട് ഇൻ മൈ ലൈഫ്, അല്ലെങ്കിൽ എന്നെ ഇത്രയും നല്ല എക്സ്പീരിയൻസസ് ജീവിതത്തിൽ നൽകിയത്. അങ്ങനെ എന്തൊക്കെ നിങ്ങൾക്ക് എഴുതാൻ പറ്റുമോ, മിനിമം ഒരു പേജെങ്കിലും, എത്ര കൂടുതൽ എഴുതാൻ പറ്റുമോ അത്രയും ആ ഒരു ഇമോഷണൽ കണക്ഷൻ, ഫീലിങ്സ് ഒക്കെ വെച്ചിട്ടാണ് ഈ ഒരു പ്രാക്ടീസ് ചെയ്യേണ്ടത്.
അപ്പോൾ അറ്റ്ലീസ്റ്റ് 1 പേജ് നിറയ്ക്കണം. കടിച്ചു കഴിഞ്ഞാൽ എത്ര വലുതായിട്ട് എഴുതാൻ പറ്റുമോ അത്രയും നിങ്ങളുടെ ലൈഫിലേക്ക് അത്ര അധികം നിങ്ങൾക്ക് ആ ഒരു ഇമോഷൻ കൊടുക്കാൻ പറ്റുക, നിങ്ങൾക്ക് അത്രയും ചേഞ്ചസ് നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ഇന്ന് നമ്മൾ മണിയെ ഒരു കാമുകിയായിട്ട് നമ്മുടെ ജീവിതത്തിൽ സ്വീകരിക്കുവാണ്. അപ്പോൾ ആ ഒരു കാമുകിക്ക് നമ്മൾ എന്തുമാത്രം സ്നേഹം കൊടുക്കും, എത്ര അധികം തീഷ്ണമായിട്ട് നമ്മളുടെ ആ ഒരു ഇമോഷൻസൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് എങ്ങനെയായിരിക്കും അവനെ നിങ്ങളുടെ ജീവിതത്തിൽ ഉൾക്കൊള്ളണേ. അപ്പോൾ ആ ലവ് ലെറ്റർ പറ്റുവാണെങ്കിൽ നിങ്ങൾ ഒരു ലവ് ലെറ്റർ കമൻ്റ് ആയിട്ട് ഇട്ടുള്ളൂ. അതെ, അറ്റ്ലീസ്റ്റ് അത് എഴുതിയില്ലെങ്കിൽ ഐ ലവ് മണി എന്ന് പറഞ്ഞ് താഴെ കമൻറ്റ് ചെയ്യുക. എന്നിട്ട് ഈ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് എന്താണെന്ന് ഒന്ന് കുറച്ച് വാക്കുകളെങ്കിലും താഴെ വന്ന് കമൻറ്റ് ചെയ്യുക. കാരണം എന്താ വെച്ചാലേ നമ്മളുടെ ശരിക്കും നമ്മുടെ ബോഡി എന്ന് പറഞ്ഞൊരു കെമിക്കൽ ഫാക്ടറിയാണ്. അപ്പം നമ്മൾ സ്നേഹം കാണിക്കാൻ തുടങ്ങുമ്പോൾ എന്ത് സംഭവിക്കും, നമ്മൾ സ്നേഹിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് കൂടുതലായിട്ട് വരാൻ തുടങ്ങും. അപ്പം മണിയെ നമ്മൾ ഒത്തിരി സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ അവന് നമ്മൾ ഇത് പണ്ടൊക്കെ ഈ പുതിയ നോട്ടൊക്കെ ബാങ്കിൽ പോയി എടുക്കുമ്പോഴേ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ നമ്മൾ എത്ര അധികം ഇങ്ങനെ ഫീൽ ചെയ്യണോ അത്രയും നമ്മുടെ ലൈഫിലേക്ക് മണി വരില്ലേ. അപ്പോൾ അതുപോലെ തന്നെയാണ് നിങ്ങൾക്ക് ഈ ഒരു പ്രാക്ടീസ് ഒന്ന് വയ്ക്കുക, ഈ ഒരു ലവ് ലെറ്റർ ഒന്ന് എഴുതുക. എന്നിട്ട് നിങ്ങൾ ഈ ഒരു പ്രാക്ടീസ് ചെയ്ത ശേഷം താഴെ നിങ്ങളുടെ ഫീലിങ്സ് കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീണ്ടും ഈ ഒരു ചലഞ്ച് നമ്മൾ ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോവാണ് വിത്ത് എക്സൈറ്റിംഗ് പ്ലേസസ് വെ വി ആർ ഗോയിങ്. അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ എഫേർട്ടൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ താഴെ നിങ്ങളുടെ കമൻ്റായിട്ട് രേഖപ്പെടുത്താം. അപ്പോൾ ഇനിയും അബണ്ടൻസും നിങ്ങളുടെ ജീവിതത്തിൽ വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ഒരു ചലഞ്ച്, ഈ ഒരു വീഡിയോ ആദ്യം ലൈക്ക് ചെയ്തിട്ട് നിങ്ങൾ ഏറ്റവും അടുത്തുള്ള സുഹൃത്തിന് നിങ്ങൾ ഷെയർ ചെയ്യുക. അപ്പോൾ അങ്ങനെ നമ്മുടെ ഡേ 9 ഞങ്ങൾ ഗ്ലെൻഗോയിൽ നിന്ന് വി ആർ സൈനിങ് ഓഫ്. താങ്ക് യു സോ മച്ച്.